ഹായ്, നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം രോഷവും പ്രതിഷേധവും സൃഷ്ടിച്ചു എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ മാധ്യമങ്ങൾ അത് ആഴ്ചകളോളം ചർച്ച ചെയ്തു. ഈ സ്വർണ്ണ കവർച്ചയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ പോറ്റിയും ഗോവർദ്ധനവും ഭണ്ഡാരിയും ഒക്കെ ടെലിവിഷനിലൂടെ നമ്മുടെ ഡ്രോയിംഗ് റൂമിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ച രാഷ്ട്രീയക്കാരുടെ നിഷ്ക്രിയത്വവും നിസ്സംഗതയും ഒക്കെ ഏറെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ആസ്ഥാനമാക്കി RSSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വലിയ കവർച്ചയെക്കുറിച്ച് നമ്മുടെ സമൂഹം ഇതുവരെ വേണ്ടത്ര ചർച്ച നടത്തിയിട്ടില്ല. അയോധ്യ ശ്രീരാമക്ഷേത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും നിർണയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദേശീയ രാഷ്ട്രീയം ഇത്രത്തോളം മാറിയതിനുള്ള കാരണവും ബാബറി മസ്ജിദിന്റെ തകർച്ച, അയോധ്യയിലെ തർക്കം, രാമജന്മഭൂമി പ്രസ്ഥാനം, LK അദ്വാനിയുടെ രഥയാത്ര, അങ്ങനെ ഒട്ടുമിക്കവാറും സംഭവഗതികൾ അയോധ്യയെ മുൻനിർത്തിയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തി. പിന്നീട് ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇന്ന് അയോധ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ സംഭ്രമജനകമാണ്. ആരെയും അസ്വസ്ഥമാക്കേണ്ട വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപയ്ക്കടുത്തുള്ള കൊള്ള നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ 5000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ LK അദ്വാനിയുടെ രഥയാത്ര മുതൽ തന്നെ RSSും അതുപോലെ തന്നെ സാമന്ത സംഘടനകളും എത്രയോ കോടാനുകോടി രൂപ അയോധ്യയ്ക്ക് മേൽ ശേഖരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ശേഖരിച്ചത്, വിദേശത്തു നിന്നും വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വലിയ രൂപത്തിൽ പണം സ്വരൂപിച്ചിരുന്നു. അതൊക്കെ പോട്ടെ, ക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം തന്നെ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ തന്നെ കൊള്ള ആരംഭിച്ചു എന്നാണ് BJP നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നത്. ഇതിന്റെ കണക്ക് ഇതുവരെ വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജ്വല്ലറി അസോസിയേഷൻ തന്നെ 60 കിലോ വെള്ളി നൽകിയിട്ട് ഒരു പൊടി വെള്ളി പോലും അവിടെ കാണാനില്ലെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേവലം അയോധ്യയെ മാത്രം മുൻനിർത്തിയുള്ള കൊള്ളയല്ല നടക്കുന്നത്. മധ്യപ്രദേശിൽ ക്ഷേത്ര നഗരിയായ ഉജ്ജയിനിൽ നിന്ന് ഇന്ന് വരുന്ന വാർത്ത വളരെയധികം അസ്വസ്ഥജനകമാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ, മോഹൻ സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഉജ്ജയിന്റെ വികസനവുമായി നടക്കുന്ന പദ്ധതികളുടെ ഭാഗത്തിന്റെ ഗുണം കിട്ടാൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വലിയ രൂപത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് മധ്യപ്രദേശിൽ നിന്ന്, ഉജ്ജയിനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ ഉജ്ജയിന്റെ വികസനത്തിന് വേണ്ടി വലിയ പദ്ധതിയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ അവർ പ്രഖ്യാപിച്ച റോഡ് ശൃംഖലയുടെ അടുത്ത് തന്നെ 137 പ്ലോട്ടുകൾ, അതായത് 168 ഏക്കർ മോഹൻ സിംഗും അടുത്ത കുടുംബാംഗങ്ങളും വാങ്ങിയതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ വിശാല കുടുംബത്തെ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ 245 പ്ലോട്ടിന്റെ കണക്ക്, അതായത് 335 ഏക്കറിന്റെ ഒരു കണക്കാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. കാർഷിക ഭൂമി തരം മാറ്റി വാണിജ്യ റെസിഡൻഷ്യൽ ഭൂമിയാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തും ഇതുപോലെ ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നോക്കുക, ഈ ക്ഷേത്ര നഗരികളെ മുൻനിർത്തി, വിശ്വാസത്തെ മുൻനിർത്തി ഇന്ത്യയിലുടനീളം നടക്കുന്ന വലിയ കൊള്ളയുടെ ആ ഹിമക്കട്ടയുടെ ഒരു അഗ്രമാണ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ നിന്നും ഉജ്ജയിൽ നിന്നും പുറത്തുവരുന്നത്. മധുരയിലെ വലിയ കൊള്ളയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് കിംവദന്തികൾ ഉണ്ടായിരുന്നു. എന്തിനാണ് RSS ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഏറ്റെടുക്കണമെന്ന് ശഠിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിമക്കട്ടയുടെ ഒരഗ്രം മാത്രമാണ്. എത്രത്തോളം വലിയ വിഭവ ശേഖരമാണ്, കൊള്ളയാണ്, മോഷണമാണ് ഈ വിശ്വാസത്തെ മുൻനിർത്തി, ക്ഷേത്രങ്ങളെ മുൻനിർത്തി നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി
ഡൽഹിയിലെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം വായിച്ചാൽ മതിയാകും. അയോധ്യയിൽ തുടങ്ങി ഉജ്ജയിലെത്തുമ്പോൾ ഇതിന്റെ ഒരു ചിത്രം ഭാഗികമായെങ്കിലും അനാവരണം ചെയ്യപ്പെടുകയാണ്. കേരള സമൂഹം ശബരിമലയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ കൊള്ളയെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ സമ്മതിക്കേണ്ട ഒരു ഘട്ടം ആയിരിക്കുകയാണ്.